നമുക്കൊണ്ടേ അടിപൊളി കേക്ക് ഉണ്ടാക്കിയല്ലോ. ഇതേപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും കിട്ടുന്ന ഒന്നാണ് മാമ്പഴം. അപ്പോൾ ഈ മാമ്പഴം കൂടിപ്പോയാൽ വേഗം തന്നെ ചീത്തയായി പോകില്ലേ. അപ്പോൾ നമുക്ക് ആ മാമ്പഴം കൊണ്ട് ഇതേപോലെ ഒരു അടിപൊളി കേക്കായാലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കേക്കാണേ. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കുറേ കൂട്ടുകാർ കാണുന്നതിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്ന കൂട്ടുകാരുണ്ട്. അവരിനെ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അര കപ്പ് പഞ്ചസാര ഒരു മിക്സിൻ്റെ ജാറ് വെള്ളം നനവ് പാടില്ല. പിന്നെ അര കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മാങ്ങ ഇതേപോലെ ചെറുതായി ഒന്ന് മുറുക്കിയതാണ്, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ നല്ല അരഞ്ഞ് കിട്ടണേ. ഇനി നമുക്കൊരു വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഒരു കപ്പ് മൈദ, 2 നുള്ളു ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ കേട്ടോ, അത് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചിരിച്ചെടുക്കാം. ഇനി ഇത് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാവിടെയും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ അരച്ച മാങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കൊണ്ട് കുറച്ച് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒക്കെപ്പാടെ ഒന്നിച്ചിട്ടാൽ മിക്സാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സായി വന്നതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കേട്ടോ, 1 ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. പാലാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട്. ഇതേപോലെ ആയി കിട്ടണം കേട്ടോ നമ്മുടെ കേക്ക് മിക്സ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ കുറച്ച് എടുത്തിട്ട് ഒന്ന് ആദ്യം തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കേക്കിൻ്റെ ടിന്നെടുക്കാം. കേക്കിൻ്റെ ടിന്നിൽ വെള്ളം നനവ് പാടില്ല. എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവിടെയും ഒന്ന് ആവുന്ന പോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കേക്ക് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ അടിപൊളിയായി വരണം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിൽ ചെറിയ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിപ്പോകട്ടെ വെട്ടാണ് ആക്കിയത്. ഇനി ഇതിൻ്റെ മേലോട്ട് ഞാൻ കുറച്ച് ബദാം കൂടി ഇതേപോലെ ഒന്ന് ചീകിയത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. നല്ല അടിപൊളി കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. മാങ്ങൻ്റെ മണമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെറുതെ മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് വേസ്റ്റ് ആക്കുന്നതിനും കാട്ടി ഇതേപോലെ ഓരോ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെടും. കണ്ടില്ലേ, ഇതേപോലെ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടേ. അപ്പം ഇനി നമ്മുടെ കേക്കൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കട്ടെ. ഇതൊക്കെ ഉണ്ടല്ലേ അടിപൊളിയായി വന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ.